കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനം അടച്ചിട്ടതിൽ പ്രതിഷേധിച്ച് നഗരസഭാ കൗൺസിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും ബഹിഷ്കരിച്ച് നഗരസഭാ കൗൺസിലർമാർ. സ്വതന്ത്ര കൗൺസിലർ KS ജയകൃഷ്ണൻ നായരും NDA കൗൺസിലർ മനോജ് ജിയും ചേർന്നാണ് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സമരം ആരംഭിച്ചത്. മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനം അടച്ചിട്ടതിൽ പ്രതിഷേധിച്ച് നഗരസഭാ കൗൺസിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും ബഹിഷ്കരിച്ച് നഗരസഭാ കൗൺസിലർമാർ. 22-ാം വാർഡിൽ നിന്നും വിജയിച്ച സ്വതന്ത്ര കൗൺസിലർ KS ജയകൃഷ്ണൻ നായരും 4-ാം വാർഡിൽ നിന്നും വിജയിച്ച NDA കൗൺസിലർ മനോജ് ജിയും ചേർന്നാണ് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സമരം ആരംഭിച്ചത്. പൊതുശ്മശാനം അടിയന്തരമായി തുറന്നു നൽകുക, ശ്മശാനവുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതി വിജിലൻസ് അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച ഫ്ലെക്സ് ബോർഡുകളുമായാണ് നഗരസഭാ കൗൺസിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും ബഹിഷ്കരിച്ച് ഇരുവരും സമരം ആരംഭിച്ചിരിക്കുന്നത്. വലിയ അഴിമതിയാണ് ശ്മശാനത്തിൽ നടന്നിരിക്കുന്നതെന്നും എറണാകുളം ജില്ലയിലെ ആദ്യത്തെ ഗ്യാസ് ക്രമറ്റോറിയം നാശത്തിന്റെ വക്കിലെത്തിയതിനുള്ള ഉത്തരവാദി കഴിഞ്ഞ നഗരസഭാ കൗൺസിലാണെന്നും കൗൺസിലർ ജയകൃഷ്ണൻ നായർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം നഗരസഭയുടെ പൊതുശ്മശാനം സന്ദർശിക്കുകയും അവിടുത്തെ നിർമ്മാണത്തിലുള്ള വളരെ വലിയ അഴിമതിയാണ് അവിടെ നടന്നിട്ടുള്ളത്. ഫണ്ട് ദുർവിനിയോഗം നടത്തിയേക്കുവാണ്. അപ്പം അതിനെതിരെ ഒരു സൂചനാ സമരം എന്നുള്ള രീതിയിലാണ് ഇന്നിവിടെ ഞങ്ങൾ കൗൺസിൽ ബഹിഷ്കരിച്ച്, കാരണം ജനങ്ങൾക്ക് അത്രയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നടപടി ആയതുകൊണ്ടാണ് കൗൺസിൽ ബഹിഷ്കരിച്ച് ഇന്ന് ഞങ്ങൾ ഈ സമരത്തിനിവിടെ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. കാരണം അത് എത്രയും വേഗം തുറന്ന് പ്രവർത്തിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ജനങ്ങൾ അതേമാതിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ശരിക്കും ഇവിടുത്തെ കുറച്ച് കോൺട്രാക്ടേഴ്സും കുറച്ച് ജീവനക്കാരും അതൊരു കറവപ്പശു ആയിട്ട് മാറ്റിയേക്കുക. വലിയ പാല് കിട്ടുന്ന ജേഴ്സി പശു പോലെയാണ് ഇന്ന് മൂവാറ്റുപുഴയുടെ പൊതുശ്മശാനം കൊണ്ടു നടക്കുന്നത്. നമ്മൾ അത്രയ്ക്ക് പവിത്രമായിട്ടാണ് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ബോഡി മറവ് ചെയ്യാൻ അല്ലെങ്കിൽ ദഹിപ്പിക്കുന്നതിനോ വേണ്ടി അവിടെ കൊണ്ടു ചെല്ലുന്നത്. അത് ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഇനി അങ്ങോട്ട് കൊണ്ടു ചെല്ലില്ലാത്ത അവസ്ഥയിലേക്ക് ആ പൊതുശ്മശാനം മാറ്റി. എറണാകുളം ജില്ലയിലെ തന്നെ ആദ്യത്തെ ഗ്യാസ് ക്രിമറ്റോറിയമാണ്. അതിന് ഇത്രയും വലിയ നാശത്തിലേക്ക് വരുത്തിയതിൻ്റെ ഏക ഉത്തരവാദിത്തം കഴിഞ്ഞ കൗൺസിലിനാണ്. അതുവരെയുള്ള കൗൺസിൽ അതിൽ ഒരു പ്രത്യേകമായത് കമ്പനിയായിട്ട് പ്രത്യേകം ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. ആ എഗ്രിമെൻ്റ് ഒന്നും പുതുക്കാതെ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ മറ്റ് സന്നദ്ധ സംഘടനകളും സമുദായ സംഘടനകളുമെല്ലാമായിട്ട് ബന്ധപ്പെട്ട് സമരവുമായിട്ട് മുമ്പോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ ബോധിപ്പിക്കാനുള്ളത്. നഗരസഭാ ശ്മശാനം അടച്ചിട്ടിരിക്കുന്നത് ജനദ്രോഹപരമായ നടപടിയാണെന്നും വലിയ അഴിമതി നടന്നിട്ടുള്ളതായി BJP സംശയിക്കുന്നതായും കൗൺസിലർ മനോജ് ജി പറഞ്ഞു. പ്രധാനമായിട്ടും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കാലയളവിൽ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടുവന്നത്. എന്നിട്ടും ഇതെന്തുകൊണ്ട് ഈ അറ്റകുറ്റപ്പണികളെല്ലാം നടത്തി ഇത്ര രൂപ ചെലവഴിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇത് പ്രവർത്തനക്ഷമമാക്കാൻ കഴിയാത്തത് എന്ന് പൊതുസമൂഹം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ ഭരണ നേതൃത്വം തയ്യാറാവേണ്ടതാണ്. ഇതിൽ നല്ല രീതിയിലുള്ള ഒരു അഴിമതി ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. അതിന് BJPയുടെ ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ തുടർന്നുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നതാണ്. അതിൻ്റെ ഒരു മുന്നോടി എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങളിപ്പോൾ കൗൺസിലേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ധർണ നടത്തുന്നത്. ചൊവ്വാഴ്ച ഉച്ചവരെയാണ് കൗൺസിലർമാർ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ ധർണയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.